പീഡന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ തൊടുപുഴ പോലീസിന്റേതാണ് നടപടി. പരാതി എറണാകുളം സെൻട്രൽ പോലീസിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. വിപിൻ സി വിജയൻ കൂടി കൊച്ചിയിൽ നിന്ന്. വിപിൻ, ഈ പരാതിയുടെ പശ്ചാത്തലം എന്താണ്? ഈ ഫോർട്ട് കൊച്ചി ലൊക്കേഷനിൽ വെച്ചാണ് പീഡന ശ്രമം എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്? എപ്പോഴാണ് പോലീസിൽ പരാതി എത്തുന്നത്? ഈ പറഞ്ഞ യുവനടി ആദ്യം പരാതി നൽകുന്നത് എവിടെയാണ്? യെസ്, സുഹൈൽ, അമ്പരപ്പിക്കുന്ന ഒരു അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ സിനിമാ മേഖലയിലെ തന്നെ വളരെ ശക്തനായിട്ടുള്ള ഒരു സംവിധായകൻ, നടൻ അറസ്റ്റിലായിരിക്കുന്നു. രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. 2 ദിവസം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി അത് കൊച്ചി കമ്മീഷണർ കാളിരാജ് മഹേശ്വറിന് എത്തുന്നത്. അതിനു മുൻപ് തന്നെ അവർ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിക്ക് അത് കൊടുക്കുന്നു. അവിടെ അത് കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുന്നില്ല എന്ന് കണ്ട് DGPക്ക് കൊടുക്കുന്നു. DGP അത് കമ്മീഷണർക്ക് കൊടുക്കുന്നു. അങ്ങനെ DCP വിഷയം അന്വേഷിക്കുകയും ഇതിൽ കഴമ്പുണ്ടെന്ന് കണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റ് 2 കേസുകളിലും രഞ്ജിത്ത് രക്ഷപ്പെട്ടു എന്നുണ്ടെങ്കിലും 3ാമത്തെ കേസിൽ അറസ്റ്റിലാവുകയാണ്. അന്ന് ബംഗാളി നടിയുമായി ബന്ധപ്പെട്ട് അന്ന് അവർ കേരളത്തിൽ വരികയും ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ തുറന്നു പറയുകയും അത് കേസാവുകയും ചെയ്തു. പക്ഷെ പിന്നീട് അതിൽ പരാതിയില്ല, എനിക്കത് അതുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് ആ നടി അറിയിച്ചത് കൊണ്ട് മാത്രം അന്ന് ആ കേസിൽ നിന്ന് ഒരുപക്ഷെ രഞ്ജിത്ത് രക്ഷപ്പെട്ടതാണ്. പിന്നീട് ഒരു പ്രകൃതി വിരുദ്ധ പീഡനം എന്നുള്ള പരാതി വന്നിരുന്നു. ഈ 2 കേസുകളും കോടതി റദ്ദാക്കി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ 3ാമത്തെ കേസിൽ പോലീസ് അത്തരത്തിലൊരു പഴുത് രഞ്ജിത്തിന് നൽകുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ തിരഞ്ഞെടുപ്പ് കാലമാണ്. ഒരു ഇടത് സഹയാത്രികനാണ്. ആ സഹയാത്രികനാണ് ഇത്തരത്തിൽ ഒരു രാത്രിയിൽ കാർ തടഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഗൗരവം അത്രത്തോളം ഉണ്ടാകും. കാരണം DGPക്ക് പരാതി ലഭിച്ചപ്പോൾ തന്നെ അതിലൊരു അന്വേഷണം സ്വാഭാവികമായും നടന്നിട്ടുണ്ടാകും. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന പ്രകാരം ഒരു മാസത്തിനുള്ളിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പരാതിയായി ഉയർന്നിരിക്കുന്നത്. ഇത് രഞ്ജിത്ത് ആ 2 സംഭവങ്ങൾക്ക് ശേഷം, അതായത് ആ 2 കേസുകൾക്ക് ശേഷം സിനിമാ മേഖലയിൽ നിന്ന് ഒന്ന് വിട്ടുനിൽക്കുകയും പിന്നീട് സജീവമാവുകയുമായിരുന്നു. ഇപ്പോൾ എടുക്കുന്നത് ഈ പുതുമുഖങ്ങൾ കൂടുതലുള്ള ഒരു സിനിമ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പുതുമുഖങ്ങൾ കൂടുതലുള്ള ഒരു സിനിമയിൽ നിന്നാണ് ഇത്തരത്തിൽ അതിലൊരു പെൺകുട്ടിക്ക് അനുഭവം ഉണ്ടാവുകയും അവർ പരാതിയുമായി ധൈര്യപൂർവ്വം രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. ആ പരാതിയിൽ ഇപ്പോൾ ഒരു അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നു. അത് ഒരു ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി അത് എത്രത്തോളം അതിൽ ആക്ഷൻ എടുത്തു എന്ന് അവർക്ക് സംശയം വരികയും അത് പോലീസിനെ കൈമാറുകയുമായിരുന്നു. അതിലാണ് ഇപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ഇതിലൊരു വിശദമായിട്ടുള്ള ഒരു വ്യക്തത വരികയുള്ളൂ. പക്ഷേ ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. പോലീസ് ഇതിന്റെ തുടക്കം മുതൽ തന്നെ, ഈ കേസ് ലഭിച്ചത് മുതൽ തന്നെ അതിന്റെ ഒരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒന്ന് ഒളിവിൽ പോകാനോ അല്ലെങ്കിൽ മറ്റേ ഇവിടെ നിന്ന് മാറിപ്പോകാനോ മുൻകൂർ ജാമ്യത്തിനോ ഒന്നിനും തന്നെയാണ്. പരാതി കിട്ടിയ ഉടൻ തന്നെ യുവനടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി വളരെ ത്വരിതമായ നടപടി തന്നെയാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.